पाटन से मन्निल औरिकल कुड़ी वरान साधी चतील എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്ന നടുത്തുണ്ടം തിന്നണമെന്ന് പറയുന്നത് ഇതിനെയാണ്. പ്രസംഗിക്കാൻ എനിക്ക് ഒരു തെണ്ടിയുടെ ആവശ്യമില്ലെന്ന് വെല്ലുവിളി പോലെയായിരുന്നു കേരളം സന്ദർശിക്കാനെത്തിയ നമ്മുടെ സ്വന്തം PM പ്രസംഗിച്ചു തുടങ്ങിയത്. എന്തോ ഇത് പറയുമ്പോൾ ഒരു കുത്തി പറയുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. നീണ്ട പ്രസംഗത്തെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒറ്റവാക്കി പത്മജ പോയി എന്ന് പറഞ്ഞ മഹാനും. പണ്ട് മോദി തന്നെ വളരെ സീരിയസ് ആയി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറയുന്നതുമായി ഒരു ബന്ധവുമില്ലാതെ അർത്ഥം പറഞ്ഞു കൊടുത്ത K. സുരേന്ദ്രനെയും ഒന്നും ഞാൻ ഉദ്ദേശിച്ചതേയില്ല കേട്ടോ. ഒടുവിൽ തീരെ പറ്റുന്നില്ലെന്ന് കണ്ടപ്പോൾ നൈസിന് മാറി മുരളീധരനെ ഏൽപ്പിച്ച സുരേന്ദ്രനെ നിങ്ങൾ മറന്നെങ്കിൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. വലിയ സംഖ്യയിൽ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് നമസ്കാരം. मुझे सबसे पहले केरल से क्षमा याचना करनी है, क्योंकि मुझे आने में देर हुई. मुझे बहुत पहले केरल आना चाहिए था, लेकिन अब ऐसा नहीं होगा, ये मैं आपको भरोसा देता हूं. എനിക്ക് കേരളത്തിൽ ഇപ്പോൾ വരുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. ഞാൻ വളരെ പണ്ടുകാലം മുതൽക്ക് തന്നെ കേരളത്തിൽ വരുന്നയാളാണ്. പക്ഷേ ഇപ്പോഴത്തെ കേരളത്തിന്റെ സാഹചര്യം അതല്ല. കേരളത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിയായ സന്തോഷമുണ്ട്. मैं पहले सोच रहा था कि मेरी यात्रा का प्रारंभ मैं सबरीमलाई के दर्शन से करूंगा, लेकिन किसी न किसी कारण से वो हो नहीं पाया, क्योंकि मैंने हमारे कार्यक्रम बनाने वालों को कहा था कि सबरीमलाई जाने का मेरा कार्यक्रम ऐसे बने ताकि यात्रियों को कोई असुविधा ना हो, उनको कोई तकलीफ ना हो. ऐसा समय चुना जाए ताकि कम से कम तकलीफ औरों को दे करके मैं सबरीमलाई जाके दर्शन करूं, आशीर्वाद ले सकूं. I can't hear. You can't hear. You can put here. उनको वहां सुनने में दिक्कत होती थी. प्लीज कम. You heard? No, I can. എന്തായാലും ഇത്തവണ PM കിട്ടിയത് മര്യാദയ്ക്ക് ഹിന്ദി അറിയാവുന്ന ഒരാളായത് ഭാഗ്യം. പിന്നെ ഓർമ്മിപ്പിക്കുമ്പോൾ എല്ലാം ഓർമ്മിപ്പിക്കണമല്ലോ അല്ലേ. നന്നായി ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും ഒക്കെ കൈകാര്യം ചെയ്യാവുന്ന കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഈ കൂട്ടത്തിലുണ്ട് കേട്ടോ. Mr. Anil Ambani. He took the vote from the people of India. 30,000 crore rupees given to Mr. Anil Ambani. Then what do we do? 30,000 crores given to Mr. Anil Ambani. 30,000 crore Anil Ambaniക്ക് അദ്ദേഹം ദാനമായി നൽകി. He's never made an aircraft in his life. He has never made an aircraft in his entire life. He has never made an aircraft in his life. Okay, ഈ അനിൽ അംബാനി ഒരു എയർക്രാഫ്റ്റ് പോലും അദ്ദേഹത്തിന്റെ ഫാക്ടറിയിലോ അദ്ദേഹത്തിന്റെ കീഴിലോ ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ല. But he has given the world's biggest defense contract. എന്നാൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ Narendra Modi gave 35,000 crores to Nirav Modi, 35,000 crores to Mehul Choksi, 45,000 crores of debt to Mr. Anil Ambani, Vijay Mallya, Lalit Modi. These are the people where this money is going to come from. 2G to 3G to 1G to this G, they are all corrupt. 2G യിൽ നിന്നും 3G യിലേക്കും 3G യിൽ നിന്നും 4G യിലേക്കും മാറ്റിക്കൊണ്ടുവന്ന
initials which have come in the Italian court. ഇറ്റാലിയൻ കോടതിയിൽ വന്നുള്ളത് SG എന്ന് പറയുന്ന പദത്തെയാണ് മാഡം ഉദ്ദേശിക്കുന്നത്. Augusta helicopter scandal. അഗസ്റ്റ ഹെലികോപ്റ്റർ സ്കാൻഡൽ. Signora's name has come. There his name. Doesn't matter. And today the prices of each and every commodity has gone up. ഓരോ നിത്യോപയോഗ സാധനങ്ങളുടെ മുഴുവൻ വില വർദ്ധിച്ച രീതിയിൽ തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. But the shame of it is, my dear friends, ആരും മോശക്കാരല്ലെന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലേ. എന്തായാലും മോശക്കാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നമ്മുടെ രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ ചൂടൻ ചർച്ച അച്ഛൻ മകനെ തള്ളിപ്പറഞ്ഞ സംഭവം തന്നെയാണ്. സംഭവം കഴിഞ്ഞിട്ട് നാളെ കുറച്ചായെങ്കിലും സംഭവം ഇപ്പോഴും പുകഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. AK ആന്റണി ഒരു നല്ല മനുഷ്യനാണ്. നാട്ടുകാർക്ക് ഒരു ഗുണവും ഇല്ല, അയാളെ കൊണ്ട് ഒരു ഗുണവും കിട്ടുകയില്ല. നല്ല മനുഷ്യൻ നല്ലതാണ്. കള്ളനല്ല, കൊള്ളക്കാരനല്ല, പിടിച്ചുപറിക്കാരനല്ല. അയാളുടെ മകനും അതുപോലെ കള്ളക്കാരനും പിടിച്ചുപറിക്കാരനും അല്ല. ആന്റണിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സായി മരിക്കണം. ഇപ്പോൾ വയസ്സ് 85 കഴിഞ്ഞു, മിണ്ടാനും ഒന്നും പറ്റുകയില്ല, കിടക്കുന്നു. അപ്പോൾ പത്തനംതിട്ട കോൺഗ്രസ്സുകാർ ആന്റണിയും കൊണ്ട് ചെന്ന് ബഹളമാണ്. പുള്ളികൾ പ്രസംഗിക്കാൻ വരും, പുള്ളി കേൾക്കാൻ പറ്റുകയില്ല, പുള്ളി അങ്ങനെ പ്രസംഗിക്കാൻ വരും. അപ്പോൾ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു പ്രസ്താവന പുള്ളി കൊടുത്തു. ആ പ്രസ്താവന അത്രേ ഉള്ളൂ, ഒരു വിലയില്ല ഇതിന്. 85 കാർന്നവർ എന്നെ ആരും എന്നാ പ്രസംഗിക്കാനാണ്? അങ്ങനെയൊക്കെ വിടണ്ട, മര്യാദ വേണ്ട. ആ മര്യാദ കളിക്കണം. ഞാനും അടുത്ത് അങ്ങനെ എനിക്ക് ബന്ധം കൂടാ ഈ AK ആന്റണി. ഞാൻ അങ്ങനെ ഫോണിൽ പോലും വിളിച്ചില്ലല്ലോ. എന്നാന്ന് വെച്ചാൽ അങ്ങനത്തെ എനിക്കറിയാം, അങ്ങനെ അത്രയും പ്രായമായി. അദ്ദേഹം വളരെ 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 അവശനാണ്. പുള്ളി മനുഷ്യനെ കാണിക്കാൻ വേണ്ടി പിന്നെ AICC ഓഫീസിൽ പോയി, അല്ല KPC ഓഫീസിൽ പോയി ഇരിക്കും. പുള്ളിക്കൊരു മുറിയുണ്ട് അവിടെ വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി അതെല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്. ഇപ്പോഴും എല്ലാവരും ബഹുമാനിക്കണം തിരിച്ച് വീട്ടിൽ. അതുകൊണ്ട് ബന്ധം അങ്ങനെ അനിലിനെ പറ്റി പറഞ്ഞ കാര്യമുണ്ടോ? നാടിനും നാട്ടുകാർക്കും ഒരു ഗുണവും ഇല്ലാത്ത ഒരു നല്ല മനുഷ്യനാണ് AK ആന്റണി എന്ന് PC ജോർജ്. ഒരു മനുഷ്യനെ അപമാനിക്കാം, എന്നാലും ഇതിങ്ങ് നിർത്തി അപമാനിക്കല്ലായിരുന്നോ? എന്തൊക്കെയാ പറഞ്ഞത്? കള്ളനും കൊള്ളക്കാരനും പിടിച്ചുപറിക്കാരനും ഒന്നുമല്ല. കോൺഗ്രസ്സുകാരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം 19 വയസ്സ് കഴിഞ്ഞ ആന്റണി ഒരു പ്രസ്താവന കൊടുത്തു, അത്രേ ഉള്ളൂ. അതൊന്നും വിലയില്ല. അങ്ങേര് അനിൽ ആന്റണിയെ പറ്റി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന്. അതെ, അങ്ങനെ തന്നെയാണ്. മകൻ തോക്കണമെന്ന് അച്ഛൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് BJPക്കാർക്ക് അല്പം ക്ഷീണമായോ എന്നൊരു സംശയം ഇല്ലാതില്ല. അല്ല PC, ഇപ്പൊ പുതിയ വൈറൽ പ്രസംഗമൊന്നും കാണുന്നില്ലല്ലോ. വോട്ട് പിടുത്തമൊക്കെ നിർത്തിയോ? കോട്ടയത്തേക്കൊന്നും കാണാറേ ഇല്ലല്ലോ. തുഷാറായോട് വരണമെന്ന് എനിക്കാണ്ട് അയാൾ വിളിക്കണ്ടേ? വിളിക്കാൻ പോകാൻ പറ്റുമോ? എനിക്കൊന്ന് പ്രസംഗിക്കണേ എന്ന് വിളിച്ച് കുറച്ച് ഓടിച്ചെല്ലാൻ പറ്റുമോ? മൈക്കുണ്ടാക്കി വെച്ച് മൈക്കും അറേഞ്ച് ചെയ്ത് വെച്ച് PC പ്രസംഗിക്കുന്ന അനൗൺസ്മെൻ്റ് ഒക്കെ നടത്തി കഴിഞ്ഞ് മൈക്ക് വെച്ച് ഞാൻ വന്ന് പ്രസംഗിക്കും. അതല്ല എനിക്ക് പ്രസംഗിക്കണേ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. വിളിക്കാത്തോട്ട് ഉണ്ണാൻ പോകുന്ന ഇടപാടിന് PC കിട്ടുകയില്ല, അറിയാൻ മേലെ. പിന്നെ പുള്ളിയുടെ തുഷാറിൻ്റെ പ്രശ്നം, ഈഴവൻ്റെ മാർപ്പാപ്പയാണ് ഒന്ന് അപ്പൻ, ഈഴവൻ്റെ കർദിനാളാണ് തുഷാർ. മാർപ്പാപ്പായും കർദിനാളും കൂടെ, കർദിനാൾ നിൽക്കുന്നു, മാർപ്പാപ്പ ഇറങ്ങിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം തന്നെ മുഴുവൻ ഈഴവൻ്റെ വോട്ട്, ഒരു 5 ലക്ഷം ഈഴ വോട്ടുണ്ട്, അത് മുഴുവൻ കയ്യിലിരിക്കും. പിന്നെ എന്നാ ഭയപ്പെടാം, ഈസിയായിട്ട് ജയിക്കില്ല. പിന്നെ എന്നെ പ്രശ്നം ഇരിക്കുന്നത്. പിന്നെ BJP വോട്ട് മാക്സിമം ഒരു ലക്ഷം വോട്ട് മുകളിൽ കാണുമായിരിക്കും. അതുകൊണ്ട് കിട്ടിയ എതിരില്ലാത്ത ജയവാണ്. പിന്നെ കർദിനാൾ എതിരില്ല ജയിക്കാൻ പോവുക. പിന്നെ ഇതിന് PC ഒന്നും വിളിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് വിളിക്കാത്തത്. അപ്പോൾ വിളിക്കാത്തത് കൊണ്ട് പോയില്ല എന്നർത്ഥം. മയക്കും സെറ്റ് ചെയ്ത് വെച്ച് PC പ്രസംഗിക്കുമെന്ന് പരസ്യം ചെയ്താൽ വേണമെങ്കിൽ ഒന്ന് വന്ന് പ്രസംഗിച്ചേക്കാം എന്നൊരു ഓഫറും PC മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചൂടൻ വിഷയം നമ്മുടെ ഗണേഷ് കുമാറിന്റെ ചൂടൻ കഞ്ഞി പ്രസംഗം തന്നെയായിരുന്നു. പള്ളിയിലിരുന്ന് കഞ്ഞി വടിച്ചു കുടിക്കുന്ന സുരേഷ് ഗോപിയെ പറ്റിയുള്ള പ്രസംഗം വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലായത്. ഇപ്പോൾ അതിനുള്ള മറുപടിയും സുരേഷ് ഗോപി നൽകിയിട്ടുണ്ട്. അതും സംഭവം വൈറലായിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ, മറ്റുള്ളവർ പറയുന്ന ഞാനല്ല ഈ ഞാൻ എൻ്റെ നല്ല അച്ഛൻ്റെയും അമ്മയുടെയും മകനാണ്. ഞാൻ എൻ്റെ വളരെ നല്ല ഭാര്യയുടെ കാമുകനാണ്, ഭർത്താവാണ്. അവളെനിക്ക് തന്ന മക്കളുടെ സത്യസന്ധനായ അച്ഛനുമാണ്. ഞാൻ ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ എല്ലാം എനിക്ക് എൻ്റെ മക്കളായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. പിന്നെ എൻ്റെ മതപരമായ വിചാരങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇത്രയും കരുതിയിട്ടുള്ളൂ. എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും എത്രയും അധികം മനോഹരമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നുവോ ആ സ്നേഹം ഞാൻ പ്രകടമാക്കണം, അത് വിളംബരമാക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ? അത് വിളംബരമാകുമ്പോഴേ മറ്റുള്ള അച്ഛനമ്മമാർക്ക് അതുപോലെയുള്ള പരിലാളനം എന്നെ മോഡലായി വെച്ചിട്ടുള്ള മക്കൾ അവര്
ആതുരാലയങ്ങളിൽ കൊണ്ടുചെന്ന് അവരുടെ മോശപ്പെട്ട പ്രായത്തിലും പരുവത്തിലും കൊണ്ടുചെന്ന് തള്ളാതിരിക്കും എന്ന് പറയുന്ന വിചാരം. എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും എത്രമാത്രം അഗാധമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നു എങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ള ഓരോ മനുഷ്യന്റെയും അച്ഛനെയും അമ്മയും അതേ സ്നേഹവായ്പോടെ പരിലാളിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതുപോലെ ആ അച്ഛന്റെ അമ്മയുടെയും സ്ഥാനത്ത് നിങ്ങൾക്ക് എൻ്റെ മതവും പിന്നെ എൻ്റെ മതത്തെ ഞാൻ അമിതമായി സ്നേഹിക്കുകയും പ്രണയിക്കുകയും ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ മറ്റെല്ലാ മതങ്ങളോടുമുള്ള എൻ്റെ അതേ ആഴത്തിലുള്ള അതേ സോൾഫുൾ ലവ് ഫോർ എനി റിലിജൻ എന്ന് പറയുന്നത് ഒരാൾക്കും ചോദ്യം ചെയ്യാനുള്ള അധികാരം ഞാൻ വിട്ടുകൊടുക്കില്ല. അത് ചോദ്യം ചെയ്യുന്നവർ ബാക്കി ഞാൻ പറയുന്നില്ല, അവരതിന്റെ ശിക്ഷ അനുഭവിക്കുന്നത് നിങ്ങൾ കാണും. അപ്പൊ ഏതാണ്ട് 77-78 കാലഘട്ടം മുതൽ നോമ്പ് നോക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് ബിസ്മി ചൊല്ലി തന്നെ നോമ്പ് തുറക്കാനും അറിയാം. ഒരു സലാം പറഞ്ഞാൽ തിരിച്ച് വലൈക്കും സലാം അല്ലെങ്കിൽ സലാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആളല്ല ഞാൻ. അതിന്റെ ഫുൾ ടെക്സ്റ്റ് പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കും. അപ്പോ പടച്ചോൻ തന്ന അരിമണി പാഴാക്കരുത് എന്ന് പറയുന്നത് ജീവിതത്തിൽ തത്വം ആക്കിയിരിക്കുന്ന വ്യക്തിയാണ്. അതെന്റെ അച്ഛനെയും ഞാൻ കണ്ടുപഠിച്ചിട്ടുണ്ട്, എൻ്റെ മക്കൾ എന്നെയും കണ്ടുപഠിച്ചിരിക്കുന്നത്. എല്ലാവരും കഴിക്കുന്ന പാത്രം വിരല് വെച്ച് വടിച്ച് വിരലുകൾ മുഴുവൻ ഈ വൃത്തിയാക്കി, അങ്ങനെ ഒരു പാരമ്പര്യം തന്നെയാണ്. അതൊക്കെ സുരേഷ് ഗോപിയുടെ മറുപടിയോടൊപ്പം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ കൂടിയായ ദേവന്റെ വാക്കുകൾ കൂടിയായപ്പോൾ ഗണേഷിന്റെ പ്രസംഗം തേഞ്ഞു തീർന്നു എന്നൊക്കെ പറയാം. സുരേഷ് ഗോപിയുമായി നേരിട്ട് കഴിക്കാനിരിക്കുന്ന സമയത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിലായിരുന്നു ദേവന്റെ വാക്കുകൾ. പിന്നെ ചവിട്ടും കുത്തും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പാർട്ടിയിലെ ഉന്നത പൊസിഷൻ കിട്ടിയ നമ്മുടെ പത്മജാജിയുടെ പുതിയ പ്രസംഗവും ഇപ്പൊ ട്രെൻഡിങ് ആവുകയാണ്. പഴയതൊന്നും ഞാൻ മറന്നിട്ടില്ല ആശാനെ എന്നൊരു ധ്വനിയും ആ വാക്കുകളിലുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരും എന്നെ സ്ഥിരം, ഞാൻ കമന്റ്സ് നോക്കാറില്ല കേട്ടോ, കാരണം കമന്റ്സ് വായിച്ച നമ്മുടെ അച്ഛനും അമ്മമാരും വരെ എണീറ്റ് വന്നൊന്ന് കുഴിന്നടിക്കും. ആ രീതിയിലാണ് പറയുന്നത്. വേറെ ആരുമല്ല, കോൺഗ്രസ് തന്നെയാണെന്ന് എനിക്കറിയാം. സംഘി ചാണകം എന്നൊക്കെ വിളിക്കും. അപ്പം എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, ഈ ചാണകം എന്ന് പറയുന്നത് ഏറ്റവും പൂജ്യമായിട്ടുള്ളൊരു വസ്തുവാണ്. കാരണം ഈ പറയുന്ന ആളുകളുടെ അച്ഛനും അപ്പൂപ്പന്മാരും ചാണകം മെഴുകിയ തറയിലല്ലേ കിടന്നിരുന്നത് പണ്ടത്തെ കാലത്ത്. അമ്പലത്തിലെ പൂജയ്ക്ക് 5 ഗവ്യങ്ങളിൽ 5 എണ്ണം പശുവിൻ്റെ ചാണകം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് കുടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അത് കഴിഞ്ഞിട്ട് ചാണകത്തിനെ കുറ്റം പറയാം. അപ്പം ഞാൻ പറയും, ചാണകത്തിനെ പോലും റെസ്പെക്റ്റോട് കാണുന്ന അമ്പലങ്ങളിൽ അല്ലെങ്കിൽ വിശ്വാസികളെ മനസ്സിലെ ഏറ്റവും വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, പറയുന്നതോടും നമ്മുടെ പ്രാധാന്യം കൂടി വരികയാണ്. അതുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങൾ വരണം. അത്ഭുതങ്ങൾ വന്നാൽ മാത്രമേ നമ്മുടെ കേരളം രക്ഷപ്പെടുകയുള്ളൂ. ഈ വർഗീയവാദി എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ഈ അബ്ദുൽ സലാം എന്താ ജാതി, അനിൽ ആന്റണി എന്താണ്, അങ്ങനെ ഇതെല്ലാം പറയുന്ന ഇവരുടെ പല സഖ്യകക്ഷികളെ എടുത്തു നോക്കാൻ മതി കോൺഗ്രസിൻ്റെ. അപ്പം അറിയാം ഏതാണ് വർഗീയത. ഇതൊന്നും പറയാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് പറയുക. നമ്മൾ എല്ലാവരുടെ അടുത്തും നമുക്ക് ആരും വ്യത്യാസമില്ല. നമ്മളെല്ലാവരും ഒരമ്മ പെറ്റ മക്കളമാരി ജീവിച്ച കേരളത്തിൽ വർഗീയത ഉണ്ടാക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. കാരണം കൂടെ കിടന്നവനെ രാപ്പനി അറിയുള്ളൂ. എനിക്ക് നല്ലോണം അറിയാം അവരുടെ സ്വഭാവം. അപ്പോൾ ചേച്ചിയുടെ കോൺഫിഡൻസ് ഒക്കെ കൂടിയ സ്ഥിതിക്ക്, നല്ല ഹാപ്പി ആയിരിക്കുന്ന സ്ഥിതിക്ക് ഒന്ന് ചോദിച്ചോട്ടെ, തൃശ്ശൂര് താമര വിരിയുമെന്ന് ഉറപ്പിച്ചോ? ഇവിടെ എല്ലാവരും ചോദിക്കും താമര വിരിയോ എന്ന്. എന്തൊക്കെ സംശയം, ആദ്യത്തെ താമര വിരിയണത് തൃശ്ശൂരായിരിക്കും. അതെനിക്ക് വ്യക്തമായിട്ട് നന്നായിട്ട് അറിയാം. ഇപ്പം ഈ പാർട്ടിയിൽ തന്നെ എത്ര വനിതകൾക്ക് കൊടുത്തു? ആകെ രമ്യ ഹരിദാസ് അവർ MP ആയതുകൊണ്ട് കൊടുത്തു. ഇവിടെയാണെങ്കിൽ നല്ല പഠിപ്പുള്ള, ഞാൻ ശ്രീമതി സരസ്വതിയും ഇവരുടെ എല്ലാം എഡ്യൂക്കേഷൻ കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി. 5 വനിതകളെയാണ് ഇവർ രംഗത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും ബഹുമാനം കൊടുക്കുന്ന ഒരു പാർട്ടിയിൽ വന്നതുകൊണ്ട് എനിക്ക് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും, ഇപ്പോൾ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അതെ, വളരെ സന്തോഷമാണ്. അവിടുത്തെ ചവിട്ടും കുത്തും കൊള്ളണ്ട, അപമാനം സഹിക്കേണ്ട, സമാധാനമായിട്ടൊരു ജീവിതമാണ് ഇനി എനിക്ക് വേണ്ടത്. എന്തായാലും പരസ്പരം വെല്ലുവിളിച്ചും കൊമ്പുകോർത്തും ഒക്കെ പ്രചരണം തകർക്കുമ്പോൾ
ചൂടൻ വിശേഷങ്ങൾ ധാരാളം ഉണ്ട്. അപ്പോൾ കാണാം, കണ്ടുമുട്ടാം നല്ല കിടുക്കാച്ചി ഇലക്ഷൻ വാർത്തകളുമായി.